നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുകയുന്ന വിഷയം ശബരിമലയിലെ സ്വർണ്ണപ്പാളിയാണ്. കട്ടവനെ കൊണ്ട് കട്ടത് എണ്ണിക്കുമെന്ന തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ പ്രതിപക്ഷവും. ഇനി കട്ടവനെ സംരക്ഷിക്കാമെന്ന നിലപാട് പിണറായി സർക്കാർ എടുത്താലും ആ നിലപാടിനെ തിരുത്തിക്കുറിക്കുന്ന നിലപാടെടുപ്പിക്കാൻ കോൺഗ്രസിന് അറിയാം. സർക്കാരിന്റെ ഒരു ഉടായ്പും വെച്ച് പൊറുപ്പിക്കില്ല എന്ന പ്രതിപക്ഷമാണ് നമുക്കുള്ളത്. തെറ്റ് കണ്ടാൽ തെറ്റാണെന്നും അത് പറയാൻ ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയും. എന്തായാലും സ്വർണ്ണപ്പാളി വിഷയത്തിൽ വേണ്ടി വന്നാൽ സമരത്തിന് ഇറങ്ങുമെന്ന നയം വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കപടഭക്തന്മാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നതാണ് പ്രശ്നം. 2019-ലും 2025-ലുമാണ് വിവാദം ഉയരുന്നത്. രണ്ടു കാലയളവിലും UDF ആയിരുന്നില്ല അധികാരത്തിലിരുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളികൾ നേരെയാക്കാൻ കൊണ്ടുപോയത് 2019-ലും 2025-ലുമാണ്. ആ രണ്ടു തവണയും UDF അല്ല അധികാരത്തിലിരുന്നത്. ഇതേപ്പറ്റി വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ല. 6-ാം തീയതി നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം ചർച്ച ചെയ്ത് വേണ്ടി വന്നാൽ സമരത്തിന്റെ പാതയിലേക്ക് നീങ്ങുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. സ്വർണം കട്ട സംഭവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കപടഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഉള്ളതിന്റെ ദുരന്തമാണ് അയ്യപ്പന് വരെ അനുഭവിക്കേണ്ടി വന്നത്. ശബരിമലയിലെ സ്വർണം പരിസരം വിട്ട് കൊണ്ടുപോകരുതെന്നാണ് നിയമത്തിൽ പറയുന്നത്. ഇപ്പോൾ സ്പോൺസർ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പീഠം കണ്ടെത്തി. അയ്യപ്പ സംഗമം സ്പോൺസർ ചെയ്തത് ആരൊക്കെയാണെന്ന് തങ്ങൾക്കറിയാം. ഇനിയുള്ള എത്ര ഉണ്ണി നമ്പൂതിരിമാർ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് തങ്ങൾക്കറിയണം. ഇക്കാര്യത്തിൽ എത്ര ഒളിച്ചുകളി നടത്തിയാലും പാർട്ടി അതിൽ നടപടിയെടുക്കും. പാർട്ടി വിശ്വാസികളുടെ കൂടെയാണ്. വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അടുത്ത കാലത്തായി സംഭവിക്കുന്നത്. അതിനെതിരെ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും കാര്യങ്ങൾ പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കും. ശബരിമലയുടെ കാര്യത്തിൽ ആര് എന്ത് കാണിച്ചാലും തെറ്റ് തന്നെയാണ്. ഒരു അന്വേഷണത്തെയും തങ്ങൾ ഭയപ്പെടുന്നില്ല. പൂർവകാലം പറഞ്ഞ് ഭയപ്പെടുത്തേണ്ട കാര്യവുമില്ല. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ദൈവത്തിന്റെ പണം തട്ടി കീശയിലാക്കി അയ്യപ്പന്റെ സ്വത്ത് തൊട്ടവർ ആരും ഗതി പിടിച്ചിട്ടില്ലെന്ന കാര്യം കക്കുന്നവർ ഓർക്കണം. ഒരു കാരണവശാലും കട്ടകള്ളന്മാർ രക്ഷപ്പെടാൻ തങ്ങൾ സമ്മതിക്കില്ല. തോൽക്കുന്നതുവരെ സ്വപ്നം കാണാനുള്ള അവകാശം MP ഗോവിന്ദനുണ്ട്. അതിദയനീയമായ അയ്യപ്പ സംഗമം 8 നിലയിൽ പൊട്ടിയതുപോലെയുള്ള അനുഭവമായിരിക്കും പിണറായി സർക്കാരിന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതും. അതിന് കാത്തിരുന്നവനെ കാണാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച